Hello friends, welcome to our YouTube channel Hued Tales. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ കവർ DIY ആണ്. അപ്പോൾ ഇതിനാവശ്യം ഒരു ട്രാൻസ്പെറൻറ്റ് മൊബൈൽ കവർ, ആക്രിലിക് പെയിൻറ്റ്, പിന്നെ പെയിൻറ്റിംഗ് ബ്രഷസ് ആൻഡ് ഒരു വാഷി ടേപ്പ്, അതുപോലെ ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച്. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മൊബൈൽ കവറിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഏകദേശം ഒരു മിഡിൽ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പെൻസിൽ ആൻഡ് സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. നമുക്കവിടെ വാഷി ടേപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് വെച്ച് അവിടെ ഞാൻ ഈ വാഷി ടേപ്പ് പേസ്റ്റ് ചെയ്യുകയാണ്. ഞാനിതൊരു ഗ്രേഡിയൻറ്റ് പോലത്തെ ഒരു പാറ്റേണാണ് ഉദ്ദേശിക്കുന്നത്. താഴെ ഒരു കളറും മേലെ ഒരു കളറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു മിഡിലിൽ വാഷി ടേപ്പ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ താഴെ വൈറ്റ് അതിന് മേലെ പിങ്ക് കളറാണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത്. സോ താഴെ ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റിംഗ് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ഡോട്ടായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോട്ടൺ അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമുക്ക് നല്ലൊരു നമ്മൾ മേലെയും താഴെയും കംപ്ലീറ്റ് ആക്കി വരുമ്പം നല്ലൊരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് നമുക്ക് തോന്നിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കവറിൻ്റെ സൈഡ്സിലോട്ടും അതുപോലെ എല്ലാവിടെയും നല്ലപോലെ ഒന്ന് കോട്ടൺ വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഉണക്കാൻ വയ്ക്കുക. ഒരു 5 to 10 മിനിറ്റ്സ് ഇതൊന്ന് ഉണങ്ങുന്ന സമയത്ത് മേലത്തെ പോർഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ മേലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിങ്ക് കളറാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി റെഡ് ആക്രിലിക് ആൻഡ് വൈറ്റ് ആക്രിലിക് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം മിക്സ് ചെയ്തിട്ട് നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ ബ്രഷ് വെച്ച് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കോട്ടൺ അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. കോട്ടൺ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ടിൽ നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് കോട്ടൺ അതിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിവതും സ്പോഞ്ച് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേ മേലത്തെ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ സെക്കൻഡ് കോട്ട് കൊടുക്കുകയാണ്. കാരണം ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് കോട്ട് കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് കോട്ടനാണ് യൂസ് ചെയ്തത്. ബട്ട് നമുക്ക് സെക്കൻഡ് കോട്ട് വരുമ്പോഴത്തേക്കും കോട്ടൺ പറ്റി പിടിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ സ്പോഞ്ചാണ് യൂസ് ചെയ്തത് സെക്കൻഡ് കോട്ടിൽ. അപ്പോൾ നിങ്ങളും സ്പോഞ്ചിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മേലത്തെ പിങ്ക് കളർ ഉണങ്ങിയ ശേഷം അതിൻ്റെ മേലെ കൂടെ സെക്കൻഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഒരു 5 to 10 മിനിറ്റ്സ് ഉണങ്ങിയ ശേഷം നമുക്ക് നടുവിലെ വാഷി ടേപ്പ് മാറ്റാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് പോർഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വേറെ കളർ കൊടുക്കാം. ബട്ട് ഞാനിത് ഈ കളേഴ്സ് തന്നെയാണ് ഗ്രേഡിയൻറ്റ് എഫക്റ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നടുവിൽ ട്രാൻസ്പെറൻറ്റ് പോർഷൻ്റെ ഏകദേശം മിഡിലായിട്ട് വരുന്ന പോലെ ഈ വാഷി ടേപ്പ് വൈറ്റിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് മേലത്തെ ആ പോർഷൻ കൂടെ ഒന്ന് പിങ്ക് കളർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വാഷി ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആ ബാക്കിയുള്ള മേലെ കാണുന്ന ആ ട്രാൻസ്പെറൻറ്റ് പോർഷനിൽ കൂടെ നമുക്ക് പിങ്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്തിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കാം. നമ്മൾ ഈ കൊടുക്കുന്ന ഈ പോർഷനിലും നമുക്ക് 2 കോട്ടിങ്സ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പം ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേറൊരു ഷെയ്ഡിൽ നിൽക്കും. ഇപ്പം ഞാൻ ആ പിങ്ക് കളർ ഡ്രൈ ആയ ശേഷം ഈ വാഷി ടേപ്പ് ഊരി മാറ്റിയിട്ട് ഈ പിങ്ക് കളറിന് മേലെ കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തിട്ട് സെയിം നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടുള്ള ഒരു എഫക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും 2 കോട്ട്സ് കൊടുത്ത ശേഷം ഇതിന് ഡ്രൈ ചെയ്യാനുള്ള സമയം കൊടുക്കുക. ഒരു 10 മിനിറ്റ്സ് കൊടുക്കുക. കാരണം ഇതിന് മേലെ നമുക്ക് ലെറ്ററിങ് ചെയ്യാനുള്ളതാണ്. അത് പ്രോപ്പറായിട്ട് ഉണങ്ങിയാൽ മാത്രമേ നമുക്കതിന് മേലെ എഴുതുമ്പം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിപ്പോൾ ഈ വാഷി ടേപ്പ് എടുത്ത് മാറ്റുമ്പം എഗെയിൻ ആ വാഷി ടേപ്പ് ഒട്ടിച്ച സ്ഥലത്ത് ഒരു പെയിൻറ്റ് പോയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ബട്ട് അത് നമ്മൾ ഒന്ന് ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും. ഞാനിത് വെയിലത്ത് വെച്ചൊരു 10 to 15 മിനിറ്റ്സ് ആണ് ഉണക്കിയത്. എന്നിട്ട് ഞാൻ അതിൻ്റെ മേലെ ലെറ്ററിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ ക്യാപിറ്റൽ എ എന്നുള്ള ലെറ്ററിങ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ മേലെ ഒരു ഫൈൻ പോയിൻറ്റഡ് ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് ആക്രിലിക് യൂസ് ചെയ്ത് എഴുതുവാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഫസ്റ്റ് തന്നെ നല്ല ബോൾഡായിട്ട് എഴുതാൻ നിൽക്കരുത്. കാരണം നമുക്ക് ആ വിഡ്ത്തൊക്കെ ഒന്ന് കറക്റ്റായിട്ട് യൂണിഫോമായിട്ട് മേലെ മുതൽ താഴെ വരെ പ്രോപ്പറായിട്ട് വരണമെങ്കിൽ നമുക്ക് 2-3 സ്ട്രോക്സ് വരയ്ക്കേണ്ടി വരും. നമ്മൾ ഒരുപാട് തവണ ഈ ബോൾഡായിട്ട് വരച്ചാൽ അത്ര നന്നായിട്ടുണ്ടാവില്ല കാണാൻ. അപ്പം നമ്മൾ ആദ്യം ഭയങ്കര ഫൈൻ ലൈൻ വരയ്ക്കാൻ നോക്കുക. എന്നിട്ട് അതൊന്ന് പ്രോപ്പറായി കഴിയുമ്പോൾ അതിൻ്റെ മേലെ കൂടെ നമുക്ക് നെക്സ്റ്റ് സ്ട്രോക്സ് വരച്ച് അത് ബോൾഡാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് മേലെ മുതൽ താഴെ വരെ നമ്മൾ ആ ഒരു ഇത് ഒന്ന് യൂണിഫോമായിട്ട് കൊടുക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ ഞാൻ മൊത്തം കംപ്ലീറ്റ് എയിൽ ബോൾഡാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബോൾഡാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റാവുന്ന ഒരു മൊബൈൽ കവർ DIY. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ലൊരു കണ്ടന്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.